യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കുക സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ കരുതനായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവം ഓരോ ദിവസം നമ്മെ പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പകൽക്കാലം കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മെ കൈവിടാതെ നമ്മെ കാത്തു പരിപാലിക്കാനിട്ടിടയത്തിനും ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ഉറപ്പോടും ധൈര്യത്തോടും ബലത്തോടും നാം ആയിരിക്കുക. കർത്താവ് നമ്മെ ഈ പൽക്കാലം ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. എന്റെ ദൈവത്താ സകലവും സാധ്യം. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ സ്തോത്രം പല വിഷയങ്ങളുടെ മധ്യത്തെ ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിനകത്ത് കടന്നു വരുന്നുണ്ടായിരിക്കാം. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, എന്റെ ദൈവത്താ സകലതും സാധ്യം. നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് ചുറ്റുപാടുമുള്ളവർ പറഞ്ഞിരിക്കാം, ഇതിനി സാധ്യമാകത്തില്ല, ഇതിനകത്തുനിന്ന് ഒരു വിടുതൽ ലഭിക്കത്തില്ല. നമ്മുടെ കൂടെ ഉള്ളവർ നമ്മെ നോക്കി പറഞ്ഞിരിക്കാം, ഇനി ഇത് സാധ്യമാകത്തില്ല. നമുക്ക് തന്നെ സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നാം തന്നെ ആ വിഷയത്തെ നോക്കിക്കൊണ്ട് പറയാറുണ്ട്, ഇനി ഇത് സാധിക്കത്തില്ല എന്ന്. പക്ഷേ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ ദൈവത്താ സകലതും സാധ്യം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അസാധ്യമായ വിഷയങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് പറയാതെ പോസിറ്റീവായിട്ട് നിങ്ങൾ പറയുവാൻ തുടങ്ങുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി അതിനകത്ത് ചലിക്കുന്നത് കാണുവാൻ സാധിക്കും. കാരണം നമ്മുടെ ദൈവം മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമത്രേ. മത്തായി സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 19-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യമെന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അപ്പോൾ ഈ വചനത്തിൽ നിന്ന് നോക്കുമ്പോൾ മനുഷ്യർക്ക് പലതും അസാധ്യമായി തീരാം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത് അത് മനുഷ്യർക്ക് അസാധ്യം. അപ്പോൾ നമുക്ക് അസാധ്യമാകുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മേഖലയിൽ കടന്നു വരാം. എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് അസാധ്യമായിരിക്കാം, മെഡിക്കൽ റിപ്പോർട്ടിന് അസാധ്യമായിരിക്കാം. സ്തോത്ര. അതേ സ്തോത്രം. നമ്മുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിന് പലതും അസാധ്യമായിരിക്കാം. എന്നാൽ ദൈവത്ത എങ്കിലും അവിടെ ഒരു വചനത്തിൽ വ്യക്തമായി കാണുന്നു, അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. ഹല്ലേലൂയ. ഇപ്പോൾ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുക, ഇത് എനിക്ക് അസാധ്യമാണ്, മെഡിക്കൽ റിപ്പോർട്ടിന് അസാധ്യമാണ്, പക്ഷേ എങ്കിലും എന്റെ ദൈവത്തിന് സകലവും സാധ്യമെന്ന് വിളിച്ചു പറയുക. അപ്രകാരം നാം വിളിച്ചു പറയുമ്പോൾ, പോസിറ്റീവായി നാം ചിന്തിച്ചു തുടങ്ങുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീരും. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 1-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, മനുഷ്യർക്ക് അസാധ്യമാണ്. കാരണം എന്റെ തൊട്ടു മുമ്പത്തെ വാക്യത്തിൽ കാണുന്നു, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, വാർദ്ധക്യത്തിലാണ്. ഒപ്പം വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് അസാധ്യമാണ്. അങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന വാർദ്ധക്യത്തിൽ ഒരു മകനെ ധരിച്ചിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് അസാധ്യമെന്ന് എഴുതിത്തള്ളിയ മേഖലയ്ക്കകത്ത് ദൈവത്താൽ സാധ്യമായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ചില റിപ്പോർട്ടുകൾ തിരുത്തത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുമെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കുക. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6ാം മാസം എന്ന് വചനത്തിൽ എഴുതി ചേർക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില മെഡിക്കൽ റിപ്പോർട്ടുകളെ തിരുത്തിക്കൊണ്ട് ചില ദൈവ പ്രവർത്തികൾ ഹല്ലേലൂയ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. ചില മനുഷ്യർ പറഞ്ഞ ചില വാക്കുകളെ പരിശുദ്ധാത്മാവ് തിരുത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇയ്യോബ് താൻ വിളിച്ചു പറയുവാനായിട്ട് ഇടയായി തീർന്നത്, നിനക്ക് സകലതും കഴിയുമെന്ന്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന്. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നാം അങ്ങനെ തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. സാധ്യതകൾ ഒന്നും കാണത്തില്ലായിരിക്കാം, എല്ലാം അസ്തമിച്ച സാഹചര്യത്തിലായിരിക്കാം നിൽക്കുന്നത്. പക്ഷേ അതിനെ നോക്കിക്കൊണ്ട് പറയണം, എനിക്കിത് അസാധ്യമാണ്, പക്ഷെ എന്റെ ദൈവത്താൽ ഇത് സാധ്യമാക്കും. ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകത്തില്ല എന്ന് നാം വിളിച്ചു പറയുവാനായിട്ട് ഇടയായി തീരുമ്പോ ഹല്ലേലൂയ അതിനകത്ത് ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തികൾ ചലിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി തീരും. തിരുവചനത്തിൽ ഉടനീളം നാം നോക്കുമ്പോൾ മനുഷ്യർക്ക് അസാധ്യമായിരുന്ന ഇടത്തൊക്കെയും ദൈവത്തിന്റെ പ്രവൃത്തികൾ ചലിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോഴും സ്തോത്ര, എന്നെ നോക്കി സ്തോത്ര, എന്റെ കുടുംബത്തെ നോക്കി, എന്റെ തലമുറയെ നോക്കി അസാധ്യമെന്ന് പല റിപ്പോർട്ടുകൾ വന്നപ്പോൾ, ചുറ്റുപാടുമുള്ളവർ അസാധ്യമെന്ന് പറഞ്ഞപ്പോൾ, പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ ദൈവത്താൽ സകലതും സാധ്യമാക്കി തന്നുകൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ ജീവനുള്ള ഒരു സാക്ഷിയാക്കി നിർത്തിയെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവപ്രിയ ദൈവമക്കളോട് പൽക്കാലം എനിക്ക് വിളിച്ചു പറയുവാനായിട്ടുള്ളത്, നാം ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കുക. സകലതിനെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സാറയെടുത്ത് അബ്രഹാമിനടുത്ത് ദൈവദൂത് പറയുവാനായിട്ട് ഇടയായി തീരുമ്പോ ദൈവത്തിന്റെ സ്തോത്രം അവിടെ 18ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, ഒരു മകനെ കൊടുക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അവർ ചിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? എന്താ സാറ് ചിരിക്കാൻ കാര്യം? അവരുടെ പതിവ് തീർന്നു, അവരുടെ വാർദ്ധക്യത്തിലായി. അപ്പൊ മാനസികമായി നോക്കിക്കഴിഞ്ഞാൽ യാതൊരു സാധ്യതയും ഇല്ല അവരുടെ ജീവിതത്തിനകത്ത്. അവരോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുവാനായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോഴും ദൈവിക വാഗ്ദത്തങ്ങൾ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഇല്ലാതെ കടന്നു പോകുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നിരാശപ്പെട്ടു പോകണ്ട, ആകുലപ്പെട്ടു പോകണ്ട. എന്റെ ദൈവത്താൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് ഈ പകൽക്കാലം നാം വിശ്വസിക്കുക. സ്തോത്ര. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. പ്രിയ ദൈവമക്കളെ, വിശ്വസിക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിന് വേണ്ടി ദൈവം ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ദൈവത്താൽ അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. അതേ സ്തോത്രം. നിന്റെ തലമുറയുടെ ഭാവിയുടെ ജീവിതത്തിനകത്താകട്ടെ, എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ പ്രതികൂലങ്ങളായിരിക്കാം. സ്തോത്ര. സാഹചര്യങ്ങളെ സാധ്യമാക്കാനായിട്ടുള്ള യാതൊരു ലക്ഷണവും ഇല്ലായിരിക്കാം. പക്ഷേ നാം നമ്മുടെ സാഹചര്യത്തിലേക്ക് നോക്കാതെ, നമ്മുടെ സാധ്യതകളിലേക്ക് നാം കണ്ണുകളെ പതിപ്പിക്കാതെ, നമ്മളിലുള്ള ദൈവത്തിന്റെ സാധ്യതകളിലേക്ക് നാം ഒന്ന് ഫോക്കസ് ചെയ്യുവാൻ, അതിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം പറഞ്ഞെങ്കിൽ അത് നിറവേറും എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം അതിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാക്കുമ്പോ അതാ സാറ ചെയ്തത്. അതെ, ആശയ്ക്ക് വിരോധമായി ആശയോട് കൂടി അവർ വിശ്വസിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോഴാണ് പുത്രോത്പാദനത്തുള്ള ശക്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത്. ഈ പകൽക്കാലം ആശയ്ക്ക് വിരോധമായിട്ട് നീ ആശയോട് കൂടി ദൈവിക സത്യത്തിന്റെ മുമ്പിൽ ഒരു ഫോസ്കിനെ
പോലെ നീ ചലിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, ചില അസാധ്യങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക്കും. പിശാച് നിന്നോട് പറഞ്ഞിരിക്കാം, ഇത് സാധിക്കത്തില്ല, നീ ഇനി ഈ വിഷയത്തിന് വേണ്ടി കരയണ്ട, ഈ വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട, അതേ തലമുറയ്ക്ക് വേണ്ടി ഇനി വഴി തുറക്കത്തില്ല, അവർക്കൊരു രാജ്യത്തിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. ഇങ്ങനെ പലതും നിന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുവാനായിട്ട് ഇടയായി തീരുമ്പോ പ്രിയ ദൈവമക്കളെ, നീ പറയുവാനായിട്ട് ഇടയായി തീർന്നാം. എന്റെ ദൈവത്താൽ ഹല്ലേലൂയ, ഈ പകൽക്കാലം ഈ ശബ്ദം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ചില തലമുറയുടെ വിഷയത്തിനകത്ത് ദൈവത്താൽ ചിലത് സാധ്യമാക്കാൻ പോകുക. ഈ 2026 ഫെബ്രുവരി മാസത്തെ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, സാധ്യതകൾ അടഞ്ഞ ഇടത്ത് സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം ഹല്ലേലൂയ. അതേ സ്തോത്രം ഹല്ലേലൂയ. ചില ഭാവിയുടെ വഴികൾ പരിശുദ്ധാത്മാവ് തുറക്കുക ഹല്ലേലൂയ. അതേ സ്തോത്രം ഹല്ലേലൂയ. ചിലരുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് വേണ്ടിയുള്ള വഴികളെ ദൈവത്തമ്പുരാൻ തുറക്കുവാൻ പോകുക ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ ഈ മാസവും നടക്കത്തില്ലയോ, ഈ മാസവും യാതൊരു സാധ്യതയും കാണുന്നില്ലല്ലോ എന്ന് എഴുതി തള്ളിയിരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് സ്തോത്ര മഞ്ഞും മഴയും പെയ്തിറങ്ങുന്നത് പോലെ ഹല്ലേലൂയ. അതേ സ്തോത്ര കർമ്മന്റെ മുകളിൽ ഒരു കൈപ്പത്തി കാണുവാനായിട്ട് ഇടയായി തീർന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കരഞ്ഞ് കണ്ണുനീരോടായിരിക്കുന്ന സാധ്യതകൾ അസ്തമിച്ചിട്ട് ദൈവസന്നി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടികൾ കൈപ്പത്തി പോലെ പൊങ്ങി വരുന്ന പ്രഭാതമത്രേ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില അടയാളങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെടുവാനായിട്ട് ഇടയെത്തിര, ചില അത്ഭുതങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെടുന്ന പകൽക്കാലമത്രേ ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം നാം വിശ്വസിക്കുക ഹല്ലേലൂയ. സാധ്യതകളെ നോക്കി സാധ്യതകളെ തേടിപ്പോകുന്ന അനുഭവങ്ങൾ മാറ്റിവെച്ചിട്ട് സാധ്യമാക്കുന്ന ദൈവമാണ്, സകലതിനെ സാധ്യമാക്കുന്ന ദൈവമാണ് എന്റെ കൂടെയുള്ളതെന്നുള്ള ഒരു ഉറപ്പ്, ഒരു ധൈര്യം, ഒരു ബലം ഹല്ലേലൂയ നമ്മുടെ ഉള്ളിനകത്തേക്ക് ഈ പകൽക്കാലം സ്തോത്രം വ്യാപിക്കുവാനായിട്ട് ഇടയാക്കട്ടെ. ദൈവത്താൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. സ്തോത്ര. നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ, സാധ്യതകൾ ഉള്ളപ്പോ നമുക്ക് വിശ്വസിക്കുക ദൈവം പ്രവർത്തിക്കും എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. വിശ്വാസത്തോടെ ചലിക്കുന്നു എന്ന് പറയുക. പക്ഷേ അതൊക്കെ അവസാനിക്കുമ്പോ ഇവിടെ സാറയുടെ ജീവിതത്തിനകത്ത് അതാ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേ വാർദ്ധക്യത്തിലായി വൃദ്ധരായി തീർന്നു. സ്ത്രീകൾക്കുള്ള പതുമം സാറയ്ക്ക് നിന്നു പോയി. അപ്പൊ മാനസികമായിട്ടുള്ള എല്ലാം അടയപ്പെട്ടു. സ്തോത്രം. അവിടെയാ അത് ആ ഒരു പോയിന്റ്. പ്രിയ ദൈവമക്കളെ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ കർത്താവ് കാത്തിരിക്കുന്നത്. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരിക്കുമ്പോ എന്റെ ദൈവം മൗനമായിട്ടിരിക്കും. കാരണം എന്താ? എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തിന് വിട്ടുകൊടുക്കുകയല്ല, എന്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയല്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി ദൈവം പദ്ധതികൾ ഒരുക്കുമ്പോൾ സ്തോത്രം, നിന്റെ മുമ്പിലുള്ള സാധ്യതകളെല്ലാം അവസാനിക്കുന്നത് വരെ ദൈവം ചില വിഷയത്തിനകത്ത് സൈലന്റ് ആയിട്ട് ഇരിക്കുവാനായിട്ട് ഇടയായി തരും. മെഡിക്കൽ റിപ്പോർട്ടിന് നോ എന്ന് എഴുതി തരുന്നത് വരെ ദൈവം മൗനമായിട്ടിരിക്കുവാനായിട്ട് ഇടയായി തരും. നിന്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് നീ കയറി ഇറങ്ങി സ്തോത്രം, ഇനി നിനക്ക് ഇതിനകത്തൊരു ജോലി ലഭിക്കത്തില്ല എന്ന് അവർ നിന്നെ തള്ളിക്കളയുന്നത് വരെ ദൈവം മൗനമായിട്ടിരിക്കും. കാരണം എന്താ? ദൈവത്തിന് മഹത്വം എടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന ആരോടോ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മേൽ ചില കരച്ചിന്റെ അനുഭവങ്ങൾ വന്നത്, ചിലർ നിന്നെ തിരസ്കരിച്ച് കളഞ്ഞത്, ചിലർ നിന്നെ മാറ്റി നിർത്തിയത്. ഹല്ലേലൂയ. ഒരു ദൈവ പ്രവർത്തിക്ക് ദൈവം നിന്നെ മുൻപന്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി എത്ര ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ ഇത് സാധ്യമായി. ഹല്ലേലൂയ. അതേ ചില വിസയുടെ പ്രോസസ്സിംഗ് ഹല്ലേലൂയ നീ എത്ര ട്രൈ ചെയ്തിട്ടും നടക്കുന്നില്ലായിരിക്കാം. നിനക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ ഇരിക്കുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ സ്തോത്ര, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്ക. ദൈവം നിനക്ക് വേണ്ടി കാര്യങ്ങളെ ക്രമീകരിച്ച് തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം.
നമുക്കറിയാം സ്തോത്രം, ഈ നാളുകളിൽ നമ്മുടെ തലമുറകളൊക്കെയും ഹല്ലേലൂയ എക്സാമിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് സ്തോത്രം. ഒത്തിരി ടെൻഷനും ഭാരങ്ങളൊക്കെ കാണുമായിരിക്കാം. പക്ഷേ കഴിഞ്ഞ നാളത്തെ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ജയിക്കുമെന്നോ അവർക്ക് ഉന്നതമായൊരു മാർക്ക് ലഭിക്കുമെന്നോ ഒക്കെ അസാധ്യമായിട്ടുള്ള സാഹചര്യമായിരിക്കാം. അവരെ ടീച്ചർമാർ നോക്കി അവരെ നോക്കി പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, മാനുഷിക വാക്കുകളെ നോക്കി നാം നിരാശപ്പെട്ടു പോകാതെ നാം ഉറപ്പോടെ ആയിരിക്കാം സ്തോത്ര ഹല്ലേലൂയ ഉന്നതമായ വിജയത്തെ കൊടുത്ത് അവരുടെ ഭാവികളെ ഉറപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവം അത്രയും നമ്മുടെ കൂടെയുള്ളത്. എന്റെ ദൈവത്തെ അസാധ്യമാക്കും. ഹല്ലേലൂയ. അതേ സ്തോത്ര, ഈ മാർക്ക് കൊണ്ട്, ഇങ്ങനെയുള്ള ഒരു പഠിത്തം കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് സ്തോത്ര സ്കൂൾ അധ്യാപകർ പറയുമ്പോഴും അതിനെ തിരുത്തുവാൻ കഴിയുന്ന ഹല്ലേലൂയ ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ ഭാരപ്പെടുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, നാം ആകുലപ്പെട്ടു പോകട്ടെ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായി തീരും. സ്തോത്രം. മനുഷ്യർക്ക് അസാധ്യമാകുന്നതിനെ സാധ്യമാക്കി തീർക്കുന്ന അരിമരക്ഷകന്റെ കരം ഈ പകൽക്കാലം ചലിക്കും. ആകാശത്തിന്മേലും ഭൂമിമേലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതായ ദൈവത്തിന്, പ്രിയ ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. ദൈവത്താൽ ഹല്ലേലൂയ ദൈവത്താൽ ചില അത്ഭുതങ്ങൾ നടക്കും. ദൈവത്താൽ ചില വിടുതലുകൾ നടക്കും. ദൈവത്താൽ നിന്റെ തലമുറകൾക്ക് വേണ്ടി വഴി തുറക്കുക. എന്റെ ദൈവത്താൽ നിന്റെ തലമുറയുടെ ഭാവികൾ അടയപ്പെട്ടതിനെ ദൈവത്തെ തുറക്കുവാനായിട്ട് ഇടയായിത്തീരുക. എന്റെ ദൈവത്താൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. എന്റെ ദൈവത്താൽ നിങ്ങളുടെ ശൂന്യതകൾ മാറ്റപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ നാം സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ദൈവത്താൽ നാം പറയുവാനായിട്ട് ഇടയായിത്തീരുമ്പോ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതേ ദാവീദ് സ്തോത്ര ഫെലിസ്ത്യന്റെ നേരെ ചെല്ലുമ്പോ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ നിന്ദിച്ച ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്താൽ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആ ദൈവത്തിന്റെ നാമത്താൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുമണ്ഡലം തകരുവാനായിട്ട് ഇടയായിത്തീരും. നിന്നെ വെല്ലുവിളിക്കുന്ന ചില ഫെലിസ്തീനുകൾ തകരുവാനായിട്ട് ഇടയായിത്തീരും. നീ അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കുക. സ്തോത്ര ഹല്ലേലൂയ. ആർക്കും ഒതുക്കാൻ പറ്റാത്തതിനെ ഒതുക്കുവാൻ കഴിയുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി ചലിക്കപ്പെടുമെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. സാറ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ അവരുടെ ജീവിതത്തിനകത്ത് സ്തോത്രം ദൈവത്താൽ അത്ഭുതങ്ങൾ നടന്നു. വാഗ്ദത്തങ്ങൾ ഉരുവാകുവാനായിട്ട് ഇടയായി തീർന്നു. വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണമോ, വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉരുവാക്കണമോ, നാം വിശ്വാസത്താൽ സ്റ്റെപ്പ് വയ്ക്കുവാനായിട്ട് ഇടയായി തീർന്ന സ്തോത്രം. അതാ നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ജനനത്തെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറിയടുത്ത് ദൂതൻ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്രം, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. മറിയ ദൂതനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ പുരുഷനെ അറിയായികയാ, ഇതെങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ. മാനസികമായി നോക്കിക്കഴിഞ്ഞാൽ സാധ്യതകൾ ഇല്ല. സ്തോത്രം. ഒരു കന്യകയാണ്. പക്ഷേ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, ദൂതൻ അതിന് വ്യക്തമായി മറുപടി കൊടുക്കുവാനായിട്ടിടയെ തീർന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യം ഉയരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ദൂതൻ മറിയയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. ഈ പകൽക്കാലം നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ അത് സാധ്യമായി തീരേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിട. ഇത് ദൈവത്താൽ സാധിച്ചു എന്ന് പറയാൻ. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ജോസഫ് ചെയ്തതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്ന് യജമാനൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ ദൈവത്താൽ ചിലതൊക്കെ സാധിക്കുന്നു എന്ന് ചിലർ
കാണുകയും കേൾക്കുകയും ഗ്രഹിക്കത്തക്ക രീതിയിൽ എന്റെ ദൈവത്തിന്റെ കര നിന്റെ കൂടെ ഇരുന്ന് ചിലതിനെ സാധിപ്പിക്കുവാനായിട്ട് ഇടയായി തീരാ. കഴിഞ്ഞ നാളുകളിൽ നീ ചെയ്ത പ്രവർത്തികൾ ശൂന്യമാക്കപ്പെട്ട് കാണുമായിരിക്കും, പരാജയപ്പെട്ട് കാണുമായിരിക്കാം. പക്ഷെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കൈകളുടെ പ്രവർത്തികളെ സാധിപ്പിക്കത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര നിന്റെ കരത്തിന്മേൽ പതിക്കുവാനായിട്ട് ഇടയായി തീരാ. കർത്താവിന്റെ കരം, ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ പറയുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, ഹല്ലേലൂയ. അതേ സ്തോത്രം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, അവിടെ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായി തീരാ. നിന്നെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ കര നീ പരാജയപ്പെട്ട് പിന്മാറിയിരിക്കുന്ന ഇടത്തു നിന്ന് നിന്നെ മുൻപന്തിൽ കൊണ്ടുവരേണ്ടതിനായിട്ട്, നിന്നെ ചിലരുടെ മധ്യത്തിൽ മാനിക്കേണ്ടതിനായിട്ട്, നിന്റെ ജീവിതത്തിൽ വിടുതലില്ല, നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിന്റെ മുമ്പേ നിന്നെ മുൻപന്തിൽ കൊണ്ടുവന്ന് നിന്നെ മാനിക്കേണ്ടതിനായിട്ട്, പ്രിയ ദൈവമക്കളെ, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കര, അത്യുന്നതന്റെ ശക്തി, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം നിന്റെ മേൽ നിഴലിടും, ഹല്ലേലൂയ. നീ നിന്നു കൊടുത്താ മതി, നിന്റെ മേൽ ദൈവശക്തി ചലിക്കുവാനായിട്ട് ഇടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും. അതിനുശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്ര, ഹല്ലേലൂയ. മറിയത്തെ സ്തോത്ര ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ധരിച്ചിരിക്കുന്നു, ഹല്ലേലൂയ. അവിടെ അടയാള സഹിതം മറിയെ ഉറപ്പിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. അതെ, ഇതിങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ദൂതൻ പോകുകയല്ല. സ്തോത്ര. അവിടെ അതേ ദൃഷ്ടാന്തത്തിൽ ഒരു അത്ഭുതം നടന്ന, ദൈവത്താൽ നടന്ന ഒരു വിടുതലിനെ പറ്റി, സ്തോത്ര, ഒരു സാക്ഷിയെ കൂടി പറഞ്ഞ് അവളെ ഉറപ്പിക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഈ പകൽക്കാലം ആരെയൊക്കെ പരിശുദ്ധാത്മ ഉറപ്പിക്കുക. സ്തോത്ര. ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതെ, ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രിയ ദൈവമക്കളെ, 4.5 വർഷം ഒരു തലമുറ ഇല്ലാതെ, അതെ, ഡോക്ടർമാർ ഇനിയൊരു തലമുറ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കൂടെയുള്ളവർ നിനക്കൊരു തലമുറയെ ചുമക്കുവാനായിട്ടുള്ളൊരു ഭാഗ്യമില്ല എന്ന് കൂടെയുള്ളവർ മുഖത്തു നോക്കി പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ, എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ വെച്ച് അസാധ്യമെന്ന് ലോകവും മെഡിക്കൽ റിപ്പോർട്ടും എഴുതി തള്ളുവാനായിട്ട് ഇടയായി തീർന്നു, അവിടെ 2 തലമുറകളെ തന്ന് മാനിച്ച എന്റെ സർവശക്തനായ ദൈവത്തെ കുറിച്ചത്രേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ആ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. പല പ്രാവശ്യമായിട്ട് മെഡിക്കൽ ഞങ്ങളോട് പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ തലമുറകൾ ജീവിച്ചിരിക്കത്തില്ല, നിന്റെ തലമുറകൾക്ക് നടക്കാൻ കഴിയത്തില്ല. എന്തൊക്കെ അവർ റിപ്പോർട്ടുകൾ എഴുതിയോ അതിനെ തിരുത്തി കുറിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം ഇന്ന് ജീവനോടെ സാക്ഷിയാക്കിക്കൊണ്ട് ദൈവം നിർത്തിയെങ്കിൽ ഈ പകൽക്കാലം, സ്തോത്ര, എന്റെ ദൈവത്താൽ ഒരു കാര്യവും അസാധ്യമല്ല. ഈ പകൽക്കാലം വിശ്വസിക്കാം. ഏത് പ്രതികൂല സാഹചര്യമാകട്ടെ, യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നു കൊള്ളട്ടെ, അതിനകത്തുനിന്ന് ചിലതിനെ ഉളവാക്കുവാൻ കഴിയുന്ന, അതിനകത്തുനിന്ന് ചിലതിനെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന, ചില നാടി നരമ്പുകളെ ഉറപ്പിക്കുവാൻ കഴിയുന്ന, അതേ, സർവശക്തനായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ, ഹല്ലേലൂയ, നിങ്ങളുടെ മുമ്പിൽ അസാധ്യമായി നിന്ന് വെല്ലുവിളിക്കുന്ന വിഷയങ്ങളുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് ചലിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ചില അസാധ്യങ്ങൾ മാറിപ്പോകുന്ന പകൽക്കാലം അത്രേ
നിന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചിലത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്ന പകൽക്കാലം അത്രേ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ തലമുറയുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. എന്റെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കടക്കം. ഹല്ലേലൂയ. പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുവാൻ. ഹല്ലേലൂയ. ദൈവത്താൽ ചിലത്. ഹല്ലേലൂയ. മനുഷ്യനാലല്ല. നമ്മൾ ഒത്തിരി ട്രൈ ചെയ്ത് കാണുമായിരിക്കാം. നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട്, നമ്മുടെ യോഗ്യതകൾ കൊണ്ട്, നമ്മുടെ മുൻ പരിചയം കൊണ്ടൊക്കെ നമ്മൾ ഒത്തിരി ട്രൈ ചെയ്ത് കാണുമായിരിക്കാം. പക്ഷെ എവിടെ നോക്കിയാലും ശൂന്യതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ സൈഡിനെ മാറ്റിവെച്ചുകൊണ്ട്, നമ്മുടെ ട്രൈ ചെയ്തത്, നമ്മള് സ്തോത്രം മുന്നോട്ട് പോയതൊക്കെ മാറ്റി വച്ചുകൊണ്ട് ദൈവത്തെ ആ വിഷയത്തിന് മുമ്പിൽ നിർത്തുക. സ്തോത്രം. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്റെ ദൈവത്താൽ. ഹല്ലേലൂയ. സകലതും സാധ്യം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നും കാണുന്നില്ലായിരിക്കാം, പക്ഷേ തക്ക സമയത്ത് കർത്താവ് കാറ്റടിപ്പിക്കേണ്ടടുത്ത് കാറ്റടിപ്പിക്കും, ഉളവാഹിക്കേണ്ടടുത്ത് ഉളവായിക്കും, തുറക്കേണ്ടതിനെ ദൈവം തുറക്കും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? സാഹചര്യങ്ങൾ നോക്കി നിരാശപ്പെട്ടു പോകണ്ട, ഭാരപ്പെട്ടു പോകണ്ട, അധൈര്യപ്പെട്ടു പോകണ്ട. സ്തോത്ര. ഹല്ലേലൂയ. അതേ, ദൈവത്താൽ സകലതും സാധ്യമായി തീരും. ദൈവത്താൽ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. അതേ, വിഷയത്തിന്റെ നടുവിൽ നിന്ന് നിരാശപ്പെടുമ്പോ അതിനെ നോക്കിക്കൊണ്ട് പറയുക, എന്റെ ദൈവത്താൽ ഇത് സാധ്യം. എന്റെ ദൈവത്തിന്റെ സകലത് കഴിയുമെന്നും എന്റെ ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്നും യോബ് പറഞ്ഞതുപോലെ നഷ്ടങ്ങളുടെ ഒരു കണക്ക് തന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഹല്ലേലൂയ ഭക്തനായിരിക്കുന്ന യോബിന് പറയാനായിട്ടുള്ളതൊന്നേ ഉള്ളൂ, എന്റെ ദൈവത്തിന് സകലതും കഴിയും. ഹല്ലേലൂയ. പറയാൻ കഴിയുമോ? സാധ്യതകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. നമ്മെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാ. നിന്നെ മറ്റുള്ള മുമ്പിൽ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല. നിന്നെ മറ്റുള്ള മുമ്പിൽ തല താഴ്ത്തുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. സ്തോത്രം. നിന്നെ നിന്ദിക്കുവാൻ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. വിശ്വസ്തയോടെ ദൈവഭക്തിയോടെ നീ അറിഞ്ഞ സത്യത്തിനകത്ത് ഉറച്ചു നിൽക്കുന്ന ദൈവ പൈതലേ, നിന്നെ ലജ്ജിപ്പാൻ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമത്രേ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തൻ. അങ്ങനെ പ്രത്യാശയുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചു കൊള്ളുക. എന്റെ ദൈവത്താ സകലതും സാധ്യമാക്കും. നീ ഉറപ്പുള്ള ഒരു പട്ടണമായി തീരും. ഒരു സ്തോത്രം നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത ഒരു നീരുറവ പോലെയും ആകുമെന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയുക. ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കി, ഇന്നത്തെ ഡ്രൈനെസ്സുകൾ നോക്കിക്കൊണ്ട്, ഇന്നത്തെ ശൂന്യതകളെ നോക്കിക്കൊണ്ട് നിരാശപ്പെട്ടു പോകണ്ട. നീ ഒരു നീരുറവയാക്കി എന്റെ സ്വർഗത്തിൽ ദൈവം മാറ്റുവാനായിട്ടിടയെ തരും. ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ പകൽക്കാലം അവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. കർത്താവേ, അവർക്ക് അസാധ്യമായിരിക്കാം, പക്ഷേ എന്റെ ദൈവത്താൽ സാധ്യ. മനുഷ്യർക്ക് അസാധ്യം എങ്കിലും എന്റെ ദൈവത്താൽ സകലതും സാധ്യ. ഈ പകൽക്കാലം അവരുടെ വിശ്വാസം വർദ്ധിക്കത്തക്ക രീതിയിൽ, അവരുടെ തല ഉയർത്തുന്ന രീതിയിൽ എന്റെ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കർത്താവിന്റെ കര ഈ പകൽക്കാലം തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവേ, പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുവാൻ, വാഗ്ദത്തങ്ങൾ നിറവേറുന്നത് കാണുവാൻ അപ്പായങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇന്ന് എക്സാം തുടങ്ങുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, അപ്പാ, ഓരോ കുഞ്ഞുങ്ങളെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണ. ടീച്ചർമാർ പറഞ്ഞ റിപ്പോർട്ടുകളെ തിരുത്തത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര തലമുറകളുടെ കൂടെ ഇരുന്നു കൊണ്ട് ഉന്നതമായ വിജയങ്ങളെ കൊടുക്കണമേ. ദൈവത്താൽ ഇത് സാധിച്ചു എന്ന് അവർ പറയത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തികളുടെ വെളിപ്പെടട്ട്. കർത്താവേ, ഇന്ന് ഏതെല്ലാം വിഷയങ്ങളുടെ നടുവിൽ അവർ ഭാരപ്പെടുന്നുവോ, പ്രയാസപ്പെടുന്നുവോ, അവിടെയൊക്കെ ദൈവം സാധ്യമാക്കി കൊടുക്കുന്ന ദൈവ അവരെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര. സകലമാനവും മഹത്വവും പുകഴ്ചയും അങ്ങേയ്ക്കായി തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.